നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. മാഞ്ചസ്റ്ററിൽ മലയാളി നഴ്സിന് ഡ്യൂട്ടിക്കിടെ രോഗിയിൽ നിന്ന് കുത്തേറ്റു. UKയിലെ ഓൾഡ്ഹാം റോയൽ ആശുപത്രിയിൽ ഡ്യൂട്ടിയിലിരിക്കെ മലയാളി നഴ്സായ അച്ചമ്മ ചെറിയാനാണ് കത്രിക കൊണ്ട് കഴുത്തിൽ കുത്തേറ്റത്. പ്രതിയായ മുഹമ്മദ് റോമൻ ഹക്കിനെതിരെ കൊലപാതക ശ്രമം, കത്തി കൈവശം വയ്ക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ നഴ്സ് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. UKയിലെ ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലുള്ള ഓൾഡ്ഹാം റോയൽ ആശുപത്രിയിലെ അക്യൂട്ട് മെഡിക്കൽ വിഭാഗം യൂണിറ്റിൽ ശസ്ത്രക്രിയയ്ക്കായി ഉപയോഗിക്കുന്ന കത്രിക ഉപയോഗിച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ റോമൻ ഹക്ക് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട് 37-കാരനായ മുഹമ്മദ് റോമൻ ഹക്കിനെതിരെ കൊലപാതക ശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. ചൊവ്വാഴ്ച മാഞ്ചസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായ പ്രതി നടപടിക്രമങ്ങൾക്കെതിരെ തന്റെ പേര് മുഹമ്മദ് റോമൻ ഹക്കാണെന്ന് സ്വയം പരിചയപ്പെടുത്തി. കേസ് ക്രൗൺ കോടതിയിലേക്ക് പോകുമെന്ന് ജില്ലാ ജഡ്ജി ജെയിൻ ഹാമിൽട്ടൺ പറഞ്ഞു. സംഭവത്തെ ബ്രിട്ടീഷ് ഇന്ത്യൻ നഴ്സ് അസോസിയേഷൻ അപലപിച്ചു. ലണ്ടനിലേക്കുള്ള യാത്രയ്ക്കിടെ മലയാളി വിമാനത്തിൽ മരിച്ചു. കൊച്ചിയിൽ നിന്നും ലണ്ടനിലേക്കുള്ള യാത്രയ്ക്കിടെ വിമാനത്തിൽ വെച്ച് പോർട്സ്മൗത്തിലെ മലയാളി ജിജിമോൻ ചെറിയാനാണ് മരിച്ചത്. സഹോദരന്റെ മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ നാട്ടിലെത്തിയ ശേഷം ഭാര്യയോടൊപ്പം ലണ്ടനിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സംഭവം. എമിറേറ്റ്സ് എയർലൈൻസിൽ ലണ്ടനിലെ ഗാറ്റ്വിക് വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിന് തൊട്ടു മുൻപ് നെഞ്ചുവേദന അനുഭവപ്പെടുകയായിരുന്നു. ഏറെക്കാലമായി തങ്ങളോടൊപ്പമുള്ള കുടുംബത്തെ തേടിയെത്തിയ അത്യാഹിതത്തിൽ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് പോർട്സ്മൗത്ത് മലയാളികൾ. ജിജിമോന്റെ മൃതദേഹം വാർത്തിങ് ആശുപത്രിയിലേക്ക് മാറ്റിയതോടെ അർദ്ധരാത്രിയോടെ കുടുംബം പോർട്സ്മൗത്തിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. നാട്ടിൽ നിന്നും പ്രിയപ്പെട്ടവരോടൊക്കെ യാത്ര പറഞ്ഞു മടങ്ങിയ ജിജിമോന്റെ മരണം വല്ലാത്ത നടുക്കമാണ് നാട്ടിലും സൃഷ്ടിച്ചിരിക്കുന്നത്. അഴിമതി അന്വേഷണത്തിൽ കുടുങ്ങി UK ധനമന്ത്രി ടുലീപ് സിദ്ദിഖ് രാജിവെച്ചു. അഴിമതി ആരോപണത്തിൽ കുടുങ്ങി ഷെയ്ഖ് ഹസീനയുടെ മരുമകൾ ടുലീപ് സിദ്ദിഖ് UK ധനമന്ത്രി സ്ഥാനം രാജിവെച്ചു. തനിക്കെതിരെ അഴിമതി നടത്തിയതിന് തെളിവില്ല എന്ന് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിന് അയച്ച കത്തിൽ ടുലീപ് വ്യക്തമാക്കി. ലേബർ പാർട്ടി MP MR റെയ്നോൾഡ്സിനെ പുതിയ ധനമന്ത്രിയായി നിയമിച്ചതായി ഡൗണിംഗ് സ്ട്രീറ്റ് സ്ഥിരീകരിച്ചു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഹസീനയുടെ പാർട്ടിയിലെ പല നേതാക്കളും ബ്രിട്ടനിലെ വൻ സ്വത്തുക്കൾ ടുലീപ്പിന് സമ്മാനിച്ചതായി ബംഗ്ലാദേശ് ഉദ്യോഗസ്ഥർ ആരോപിക്കുന്നു. ടുലീപ്പുമായി അടുപ്പമുള്ളതിനാൽ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറിന്റെ രാഷ്ട്രീയ ഭാവിയും അപകടത്തിലാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. റഷ്യയുമായുള്ള ആണവോർജ്ജ കരാറിൽ നിന്ന് ഹസീനയും കുടുംബവും കോടിക്കണക്കിന് ഡോളർ തട്ടിയെടുത്തെന്നാണ് ബംഗ്ലാദേശിലെ അധികാരികൾ ആരോപിക്കുന്നത്. ബംഗ്ലാദേശിലെ കോടതി രേഖകളിൽ ടുലീപ് സിദ്ദിഖിന്റെ പേര് പരാമർശിച്ചിരുന്നു. UKയിലെ പണപ്പെരുപ്പത്തിൽ ഇടിവ്. ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് UKയിലെ പണപ്പെരുപ്പ് നിരക്ക് 2024 ഡിസംബറിൽ 2.5% കുറഞ്ഞു. നവംബറിലെ 2.6% നിന്നാണ് ഡിസംബറിലെ ഈ ഇടിവ് രേഖപ്പെടുത്തിയത്. 2025 ഫെബ്രുവരി 6 നടക്കാനിരിക്കുന്ന മീറ്റിംഗിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള സാധ്യത ഇത് വർദ്ധിപ്പിച്ചു. മാർക്കറ്റ് അനലിസ്റ്റുകൾ ഇപ്പോൾ 80% സാധ്യതയാണ് ഇതിന് കാണുന്നത്. BOEയുടെ അടിസ്ഥാന നിരക്ക് 4.75% നിന്ന് 4.5% കുറയ്ക്കും. പണപ്പെരുപ്പത്തിലെ ഈ അപ്രതീക്ഷിത ഇടിവ് സാമ്പത്തിക വിപണികളെയും ബാധിച്ചു. എന്നാൽ നിരക്ക് ഇപ്പോഴും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യമായ 2% മുകളിലാണ്. ഹോട്ടൽ റൂം റേറ്റുകളുടെ ഇടിവും പുകയിലയുടെ തീരുവയിലെ ചെറിയ വർധനവുമാണ് പണപ്പെരുപ്പ നിരക്ക് കുറയുന്നതിന് പിന്നിലെ ഏറ്റവും വലിയ 2 ഘടകങ്ങളെന്ന് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പറഞ്ഞു. കേരളത്തിൽ ഭൂമി വാങ്ങാനും വിൽക്കാനും പുതിയ നടപടിക്രമം. ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഇനി ഭൂമി വിൽക്കാനും വാങ്ങാനും എൻ്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കണം. ഭൂമി വിൽക്കുമ്പോൾ തന്നെ നിലവിലെ ഉടമസ്ഥനിൽ നിന്ന് പുതിയ ഉടമയിലേക്ക് പോക്കുവരവ് നടത്തുന്ന തരത്തിൽ സംവിധാനവും നിലവിൽ വരും. ഭൂമിയുടെ പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് ഉണ്ടെങ്കിലേ ഇനി ഭൂമി വിൽക്കാനാകൂ. ഉടമസ്ഥത കൈമാറുന്ന ഭൂമിയുടെ വിസ്തീർണ വ്യത്യാസമനുസരിച്ച് സർവേ സ്കെച്ചിലും മാറ്റം വരുന്നതിനാൽ വില്ലേജുകളിലേക്ക് പോക്കുവരവിനായി പ്രത്യേകം അപേക്ഷിക്കേണ്ടതില്ല. സർവീസ് സ്കെച്ചിൽ തണ്ടപ്പേർ വിവരങ്ങളും രേഖപ്പെടുത്തിയിരിക്കും. ഭൂനികുതി അടച്ച രസീതുകളിൽ കരം അടച്ചതിനുള്ള രേഖ മാത്രമെന്നും ഇനി മുതൽ രേഖപ്പെടുത്തും. ഡിജിറ്റൽ സർവേ ചെയ്ത ഭൂമിയിൽ നികുതി അടയ്ക്കാനും ഭൂമി കൈമാറാനുമുള്ള മാറ്റങ്ങൾ വ്യക്തമാക്കി റവന്യൂ വകുപ്പാണ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. നിലവിൽ കാസർഗോഡ് ജില്ലയിലെ ഗുജ്ജാർ വില്ലേജിൽ മാത്രമാണ് പൈലറ്റ് പദ്ധതിയായി ഡിജിറ്റൽ സർവേ പൂർത്തിയായത്. 150 വില്ലേജുകളിൽ പദ്ധതി പൂർത്തിയായി ഉടൻ വിജ്ഞാപനം വരുമെന്നാണ് റവന്യൂ വകുപ്പ് അറിയിച്ചത്. പെട്രോൾ ഡീസൽ ഉടമകൾക്ക് 10 ഇരട്ടി വർധന വരുത്തി കാർ നികുതിയിൽ മാറ്റം.
ഏപ്രിൽ 1 മുതൽ UK വെഹിക്കിൾ എക്സൈസ് ഡ്യൂട്ടിയിൽ കാര്യമായ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരും. പെട്രോൾ, ഡീസൽ വാഹനങ്ങളുടെ ഉടമകൾക്കുള്ള നികുതി ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. 2024 ശരത്കാല ബജറ്റിൽ ചാൻസലർ റേച്ചൽ റീവ്സ് പ്രഖ്യാപിച്ച ഈ ക്രമീകരണങ്ങൾ സീറോ എമിഷൻ ഇലക്ട്രിക് വാഹനങ്ങൾ സ്വീകരിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിടുന്നു. റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് പ്രകാരം പണപ്പെരുപ്പത്തിനൊപ്പം സ്റ്റാൻഡേർഡ് നിരക്കുകൾ ഉയരുന്നതിനാൽ മിക്കവാറും എല്ലാ ഡ്രൈവർമാരെയും വർധനവ് ബാധിക്കും. 76 ഗ്രാം പെർ കിലോമീറ്ററിൽ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്ന കാറുകളുടെ വില ഏപ്രിൽ മുതൽ ഇരട്ടിയായി കാണപ്പെടും. വെഹിക്കിൾ എക്സൈസ് ഡ്യൂട്ടി നിരക്കുകളിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ പെട്രോൾ, ഡീസൽ, ഇലക്ട്രിക് വാഹനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വർദ്ധിപ്പിക്കുമെന്ന് HM റവന്യൂ ആൻഡ് കസ്റ്റംസ് സമ്മതിച്ചു. ബ്രിട്ടന്റെ പ്രതിസന്ധി ഇന്ത്യയ്ക്ക് അനുകൂലമോ? റേച്ചൽ റീവ്സിന്റെ സാമ്പത്തിക നയങ്ങൾ ബ്രിട്ടനെ തകർക്കുമെന്ന ആരോപണം ഉയരുമ്പോഴും അത് ഇന്ത്യയ്ക്ക് അനുകൂലമാവുകയാണെന്നാണ് സമീപകാല സംഭവങ്ങൾ തെളിയിക്കുന്നത്. മിനിമം വേതന നിരക്ക് വർദ്ധിപ്പിച്ചതും നാഷണൽ ഇൻഷുറൻസ് തൊഴിലുടമ വിഹിതം വർദ്ധിപ്പിച്ചതുമെല്ലാം ലക്ഷക്കണക്കിന് പൗണ്ടിന്റെ അധിക ബാധ്യതയാണ് പല സ്ഥാപനങ്ങൾക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് പല ജീവനക്കാരെയും പുതിയ നിയമനങ്ങൾ കുറയ്ക്കാനും വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുമെന്ന് വ്യവസായ മേഖലയിലെ പ്രമുഖർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. കറീസ് 1000 IT ജോലികളാണ് ഇന്ത്യയിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്തത്. നിലവിൽ കറീസിന്റെ മൊത്തം ജീവനക്കാരിൽ 3.6% പേരും ഇന്ത്യയിലിരുന്നാണ് ജോലി ചെയ്യുന്നത്. ഇവരുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് കറീസിന്റെ തീരുമാനം. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Q മലയാളം UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യുക.